மாம்சம் சூடு சொர்ணம் மானம் ஏதா இருந்தா என்ன வந்தாடுறா. അയ്യോ മോനെ അലക്സൂട്ടി, നിനക്ക് എന്തു പറ്റി? എന്താണ്ടായേ? ഒന്നുമില്ല ബുക്ക. തിരിച്ച് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്ത എന്റെ ശിക്ഷയുടെ കാലാവധി നീളും. എന്റെ ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എന്ത് സഹിക്കും? ലക്ഷ്മി, എന്നത്തേക്ക് മടങ്ങിപ്പോയിട്ട് വരും? കല്യാണം കഴിഞ്ഞാലുണ്ട്. ആ, കഴിക്കും. മോളെ ശ്രീദേവി, ഫൈവ് മന്ത്സ്, 5 മാസം ഗർഭിണിയോ? What do you mean? അതെ മിസ്റ്റർ മേനോൻ. No, I can't believe this. ഡോക്ടർ, ഒരു അബോർഷൻ? നോ, ലുക്ക് മിസ്റ്റർ വിശ്വം, ഷീ ഈസ് വെരി വീക്ക്. ഇനി എന്ത് ചെയ്താലും ശ്രീദേവിക്ക് ആപത്താണ്. ഐ എം വെരി സോറി. നീയാണെല്ലാം കൂട്ടുന്നതല്ലേ? കല്യാണത്തിന് നിർബന്ധിക്കേണ്ട, അവളെ വിഷമിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നീയോ അവളോട് ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കാറില്ലടി. നിനക്ക് എന്നോട് പറയാൻ വരുന്നില്ലേ? പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. ആ ശാപം കൂടി നമ്മൾ ഏറ്റുവാങ്ങണോ വിഷ്ണുവേട്ട? പാവം കുട്ടി, അവൾക്കിത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ പൊറുക്കാനാവാത്ത അപരാധമാണെങ്കിൽ കൂടി എല്ലാം മറന്ന് അവളെ അനുഗ്രഹിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാനൊരു സ്ത്രീയല്ലേ? ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ തുടിക്കുന്ന എന്റെ ഹൃദയം വിഷ്ണുവേട്ടൻ അറിയുന്നില്ലേ? നമ്മളിനി എങ്ങനെ തല ഉയർത്തി നടക്കും? മേലെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. പിന്നെ നമ്മൾ തീരുമാനിച്ച കല്യാണം... എടോ, അത് നടക്കാതെ വന്നാൽ? മേനോൻ ചേട്ടാ, ആപത്ത് സമയത്ത് കൈവിടുന്നവനല്ല നല്ല സുഹൃത്ത്. ഞാൻ എപ്പോഴും ചേട്ടന്റെ കൂടെ ഉണ്ടാവും. അങ്കിൾ, ഇപ്പോഴും ശ്രീദേവിയെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ സ്നേഹം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ സമാധാനത്തോടെ ചെല്ല്. നമ്മൾ തീരുമാനിച്ച പോലെ ഈ കല്യാണം നടക്കും. ശരി. മോൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും. പക്ഷേ മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമോ അതേ ഞാനും ചെയ്തുള്ളൂ. അലക്സ് പണത്തിനു വേണ്ടി നിന്നെ ചതിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അവനോട് ഞാൻ ക്രൂരതയാണ് ചെയ്തതെങ്കിലും ഞാൻ എൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു മോളെ. ഇനിയെല്ലാം നീ ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ. അലക്സിന് ഒരു പരോൾ കിട്ടുമോ ഞാൻ ശ്രമിക്കാം. ഇതുവരെ മറച്ചു വെച്ചത് നമുക്കിനി മറയ്ക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് പ്രസവം കഴിയുന്നതുവരെ മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലിരുന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്കിവിടെ സുഖാണ്. അലക്സ് അടുത്തില്ലല്ലോ എന്നൊരു ദുഃഖമേ ഉള്ളൂ. വിധി അല്ലാതെന്ത് പറയാൻ. നമ്മുടെ കുഞ്ഞ് ആണായിരിക്കുമോ അതോ പെണ്ണോ? പെണ്ണായിരിക്കും, അലക്സ് പറഞ്ഞതുപോലെ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. ശിക്ഷ കഴിഞ്ഞ എന്താ ഗ്രേസിക്കുട്ടി ഇത്? ഉടനെ ഞാൻ അങ്ങത്തില്ലേ? നിന്നെയും കുഞ്ഞിനെയും ശ്രീദേവിയെയും കൂട്ടി വേളാങ്കണ്ണിക്ക് ചെല്ലാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും ആകാമല്ലോ.
നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയതും ശ്രീദേവിയുടെ അച്ഛൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചതും എല്ലാം. ഐക്യങ്ങളല്ലേ പറഞ്ഞത് അലക്സിന്റെ ശിക്ഷയുടെ കാലാവധി കൂട്ടാവുന്നു. ഇപ്പൊ ഒരു 2 മാസം പുറഞ്ഞു കിട്ടിയിരിക്കുക. ഇനി നമ്മളെന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ അവൻ പുറത്തു വരികയാണെങ്കിൽ അതുണ്ടാവില്ല, അവൻ അകത്ത് തന്നെയായിരിക്കുമെന്നും. പക്ഷേ ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എല്ലാം ശ്രീമോളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നാളെ ശ്രീദേവിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് അവളുടെ ജീവിതത്തിന് ദോഷമായാൽ കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോ അവന്റെ കാര്യം? മേനോൻ ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. അവൻ ഒരിക്കലും ജയിലിന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. വരട്ടെ. ആദ്യമായിട്ടൊരു കുഞ്ഞിക്കാല് കാണുമ്പോ അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോ മുത്തച്ഛന്റെയും അമ്മാവിന്റെയും വിധം മാറും, വാക്കുകളൊക്കെ തെറ്റും. അതുകൊണ്ട് ആ കുഞ്ഞ് മേലെ വീട്ടിന് നീയല്ലാതെ മറ്റൊരു അവകാശി വേണ്ട. നീ ഭാഗ്യവാനാ മോനെ. എല്ലാം നിന്റെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യം. നിന്റെ ശ്രീദേവിയോടും കുഞ്ഞിനോടും ഒത്തു ജീവിക്കുമ്പോ ഈ പാവ അബുക്കെ മറക്കല്ല മോനെ. എന്തായി പറയുന്നത്? എനിക്ക് അബൂക്ക എന്റെ അച്ഛനെ പോലല്ലേ? അലക്സൂട്ടി, മോനെ, ഇടിക്കണേ അലക്സേ. അടിക്കടാ മോനെ, അടിക്കേ. അലക്സേ, അടിക്കവനെ. കൊണ്ടുപോടാ മോനെ അലക്കൂട്ടി, മോനെ വെറുതെ വിട്. അടിക്കടാ മോനെ, അടിക്കടാ. அடி அடிக்கிறேன்னா கொன்னுடுவேன்.